ആണ്ടുവട്ടത്തിലെ അവസാന ഞായർ, ക്രിസ്തുരാജന തിരുനാൾ. 2023 കാരുണ്യത്തിന്റെ പാപ്പ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് പാപ്പ റോമിലുള്ള കാസ ദെൽ മോർമോ എന്ന തടവുകാർ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തുകയുണ്ടായി. ഈ തടവ് കേന്ദ്രം കൗമാരക്കാരുടെ തടവ് കേന്ദ്രമാണ്. 12 പേരുടെ കാലുകൾ പാപ്പ കഴുകി. ഈ ഒരു കർമ്മം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ 12 പേരുടെ കൗമാരക്കാരുടെ കാലുകൾ കഴുകി അതിനുശേഷം ഒരു ബാലൻ പാപ്പയോട് പറഞ്ഞു, ഒരു രാജാവും ഇതുപോലെ ചെയ്യുകയില്ല. പിന്നീടൊരു അവസരത്തിൽ പാപ്പ ഈ ഒരു വിഷയം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു, എൻ്റെ സ്ഥാനത്ത് കർത്താവ് മുട്ടുകുത്തി മനുഷ്യരുടെ ഹൃദയം ശുദ്ധീകരിക്കുന്നുവെന്ന്. കർത്താവ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്നു. 1925 പയസ് 11 പാപ്പയാണ് ക്വാസ് പ്രീമാസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ കർത്താവിൻ്റെ ഈ തിരുനാൾ സഭയിൽ ആരംഭിച്ചത്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം കൂടുതലായിട്ട് ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം ഇങ്ങനെയാണ്. പഴയ നിയമത്തിൽ ഇസയാസ് പ്രവാചകന്റെ പുസ്തകം, ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം, ജെറമ്യ പ്രവാചകന്റെ പുസ്തകം, സാമുവൽ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ രാജാവിനെ കുറിച്ച്, വരുവാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ 122 പ്രാവശ്യം രാജാവ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ 66 പ്രാവശ്യം ക്രിസ്തുനാഥൻ തന്നെ സ്വയം രാജാവാണെന്ന് പരാമർശിക്കുന്നുണ്ട്. ക്രിസ്തുരാജന്റെ സിംഹാസനം എങ്ങനെയുള്ളതായിരുന്നു? അവന്റെ സാമ്രാജ്യം കുരിശായിരുന്നു. അവന്റെ കിരീടം എന്ന് പറയുന്നത് സ്വർണം കൊണ്ടുണ്ടാക്കിയതല്ല, നേരെ മറിച്ച് മുൾക്കിരീടമായിരുന്നു. അവന്റെ വസ്ത്രങ്ങൾ പട്ടുവസ്ത്രങ്ങളായിരുന്നില്ല, നേരെ മറിച്ച് മുറിവും രക്തവുമായിരുന്നു. അവന്റെ സിംഹാസനം എന്ന് പറയുന്നത് മരത്തടിയിൽ നിർമ്മിച്ചതാണ്. നമ്മൾ വീണ്ടും 11 പിയൂസ് പാപ്പായുടെ ചാക്രിക ലേഖനമായ ക്വാസ് പ്രീമാസ് എന്ന തിരുവെഴുത്ത് വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട്. പാപ്പ 4 തലങ്ങളിൽ ക്രിസ്തുരാജൻ നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ജീവിതത്തിലും സന്ദർശിക്കുവാനായിട്ട് വരുന്നുവെന്ന് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട്, ഒരു വ്യക്തിയിൽ ക്രിസ്തുരാജൻ ഭരണം നടത്തുന്നു. കർത്താവിന്റെ മുൻപിൽ നമ്മുടെ ഹൃദയം നാം തുറന്നു വെക്കണം. ക്ഷമയുടെയും ആർദ്രതയുടെയും ഹൃദയം, നീതിബോധത്തിന്റെയും ന്യായബോധത്തിന്റെയും ഹൃദയം. അവിടെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമതായിട്ട്, ക്രിസ്തുരാജൻ ഭരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്. ഓരോ കുടുംബവും ക്രിസ്തുരാജന്റെ ആർദ്രതയുടെ, സ്നേഹത്തിന്റെ, ക്ഷമയുടെ ഒരു വേദിയാണ്. ഈ കുടുംബത്തിലാണ് കുട്ടികൾ മാതാപിതാക്കളുടെ സ്നേഹവും അവരുടെ ജീവിതവും മാർഗദീപമായി ഏറ്റെടുക്കുന്നത്. മൂന്നാമതായിട്ട് സമൂഹത്തിലാണ്. സമൂഹത്തിൽ ക്രിസ്തുരാജന്റെ ഇടപെടലുണ്ട്. അവിടെ നീതിയോടും ന്യായബോധത്തോടും മാന്യതയുടെയും സംസ്കാരം നാം കൊണ്ടുവരണം. നാലാമതായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിലാണ്. സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കരുണയുടെയും രാജ്യം ക്രിസ്തുരാജൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ രാജ്യം അത് ഹൃദയങ്ങളിൽ ആരംഭിച്ച് വ്യക്തിയിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, ലോകത്തിലേക്ക് പടർന്ന് വ്യാപിപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുവിനെ സ്വീകരിക്കാം. ഹൃദയത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ലോകത്തിലും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുകയും ചെയ്യാം. വചനരായ
വചനജായ വചനജായ